ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ഒരു സിനിമയെക്കുറിച്ചാണ്. ഉയരൻ ഉയരെ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അഫ്വിൻ മാത്യു എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ ചെയ്ത സിനിമ റിലീസിങ്ങിന് ഒരുങ്ങി ഇരിക്കുകയാണ്. പക്ഷേ റിലീസ് ചെയ്യുന്ന തിയേറ്ററിലല്ല, OTTയിലാണ്. OTT എന്ന് പറയുമ്പം മെയിൻ സ്ട്രീം OTTകളൊന്നുമല്ല. ഈ സിനിമ റിലീസ് ചെയ്യുന്ന OTT എന്ന് പറയുന്നത് സംവിധായകൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ടിക് സ്പീക്ക് എന്ന് പറയുന്ന ഒരു ചാനലിലാണ്. അങ്ങനെ ഒരു സാഹചര്യം, ആ ഒരു സിനിമ ഈ ഒരു ചാനലിൽ കൂടെ റിലീസ് ആകാനുള്ള കാരണം എന്തെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ്. ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ അവർ ചെയ്തിരുന്നു. പക്ഷേ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഈ സിനിമ എല്ലാം കഴിഞ്ഞ്, അതായത് ഷൂട്ടെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് അവർ പറയുന്നത്, അവർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ മാർക്കറ്റിങ്ങിനും അതുപോലുള്ള മറ്റ് എന്താ പറയുക റിലീസ് ചെയ്യുന്ന അനുബന്ധിച്ച് കുറേ പൈസ ഇറക്കണം. ഏകദേശം 50 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെ ഇനിയും ചിലവാകും. അത്രയും പൈസ ഇനി മുടക്കാനായിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം പുതുമുഖങ്ങളാണ്. യദുകൃഷ്ണ, പിന്നെ അതുപോലെ തന്നെ അമൃത, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് താരങ്ങളാണ്. എല്ലാം പുതിയ ആൾക്കാരാണ്. അങ്ങനെ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു പുതുമുഖ സംവിധായകൻ പുള്ളിയുടെ പാഷൻ പുള്ളി അച്ചീവ് ചെയ്തു. അതായത് പുള്ളി സിനിമ ചെയ്തപ്പം എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി ഇത് ഇറക്കാമെന്ന് വെക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ഇറക്കാൻ പറ്റാത്ത രീതിയിൽ പുള്ളിക്ക് തിരിച്ചടിയായത്. അതായത് ആ സംവിധായകൻ മാത്രമല്ല, പ്രൊഡ്യൂസർ മാത്രമല്ല, അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ ആ ഒരു വിഷമത്തിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടത്. വീഡിയോ കണ്ടപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. അവരത്രയും കാര്യമായിട്ട് ആ സിനിമ ചെയ്തിട്ട് മാർക്കറ്റിങ്ങിന് പോലും പല ടീമുകളും ചോദിക്കുന്നത് 15,000, 30,000, പിന്നെ ലക്ഷങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഏകദേശം അവരെല്ലാം കൂടെ കണക്ക് കൂട്ടി വന്നപ്പം 1 കോടി രൂപ അടുത്തങ്ങാണ്ട് ഇനിയും ഈ സിനിമ ഇറക്കണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കേണ്ട ഒരു സാഹചര്യം വന്നു. അത്രയും പൈസ ഇറക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരുപാട് ടെൻഷനും പ്രഷറും കാര്യങ്ങളും എല്ലാം OTT ചാനലുകളെ എല്ലാം സമീപിച്ച് ഒരു രക്ഷയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇതിൻ്റെ സംവിധായകനായ അഫ്വിൻ മാത്യുവും അതുപോലെയുള്ള അവരുടെ ആ ടീമിലുള്ള ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു അഫ്വിൻ തന്നെയാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്, സ്വന്തമായിട്ടൊരു OTT പ്ലാറ്റ്ഫോം. അങ്ങനെ ടിക് സ്പീക്ക് എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന ഓഗസ്റ്റ് 29-ാം തീയതി സിനിമ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ആ സിനിമ റിലീസ് ചെയ്യുമ്പോൾ വളരെ തുച്ഛമായ ഒരു എമൗണ്ടിലാണ് ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന. മറ്റ് OTT പ്ലാറ്റ്ഫോമുകളിലെ പോലെ ഒരുപാട് പൈസ മുടക്കേണ്ട കാര്യം വരുന്നില്ല. ചെറിയ എമൗണ്ടുകൾ, നമ്മളെ കൊണ്ട് പറ്റുന്ന പൈസയൊക്കെ ഉള്ളൂ. ആ പൈസയ്ക്ക് തന്നെ സിനിമ കാണാൻ പറ്റും. അതിനായിട്ട് ഒരുപാട് പേര്, നമ്മൾ മലയാളികളെല്ലാവരും ഒരുമിച്ച് നിന്ന് ആ സിനിമ പ്രൊമോട്ട് ചെയ്യണം. മാത്രമല്ല സിനിമ ആ OTT പ്ലാറ്റ്ഫോമിൽ കൂടെ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാലേ അവർക്ക് അതിൽ നിന്നുള്ളൊരു ഏണിംഗ് ഉണ്ടാകത്തുള്ളൂ. കാരണം ഈ സിനിമ ഇത്രയും പൈസ മുടക്കി അവർ ചെയ്തിട്ട് അവർക്ക് അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ആ സിനിമ കണ്ട് വിജയിപ്പിച്ചാൽ, അതായത് OTT വഴി കണ്ട് വിജയിപ്പിച്ചാൽ മാത്രമേ അവർക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആരാണെങ്കിലും ഒരു സിനിമ ചെയ്യുന്നത് എന്തിനാണ്? സിനിമ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കാനും മാത്രമല്ല അതിൻ്റെ അകത്തൊരു ബിസിനസ്സും ഉണ്ട്. ഇവരെ സംബന്ധിച്ച് അവരുടെ പാഷൻ അനുസരിച്ച് അവരൊരു സിനിമ ചെയ്തിട്ട് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയത്തില്ലേ, ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങി കുറേ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ആൾ കയറാതെ വരുമ്പം അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഫുഡ് വേസ്റ്റ് ആവുകയാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ സിനിമ പെട്ടിയിലിരുന്ന് പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇദ്ദേഹം ഇത് ഇങ്ങനെ ഒരു OTT വഴി ഇറക്കാമെന്ന് വിചാരിച്ചു. അവരുടെ പരിശ്രമം, കാരണം അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാരണം എവിടെയോ വീട് പോകുന്നു തോന്നിയപ്പോൾ തന്നെ അവർ കണ്ടുപിടിച്ച ഒരു ഇതാണ് OTT പ്ലാറ്റ്ഫോം കൂടി റിലീസ് ചെയ്യാമെന്നുള്ളത്. നമുക്കറിയാം, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയൊക്കെ നീ സ്ട്രീം എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്തത്. അന്ന് വരെ നീ സ്ട്രീം എന്ന് പറയുന്ന ഒരു ചാനലിനെ കുറിച്ച് അല്ലെങ്കിൽ OTTയെ കുറിച്ച് കേട്ടിട്ടില്ല. പക്ഷേ ആ സിനിമയുടെ ഒരു ആൾക്കാരുടെ ഇടയിലേക്ക് ഒരുപാട് ഇംപ്രസീവ് ആയതുകൊണ്ട് തന്നെ നീ സ്ട്രീം ഒരുപാട് പേര് ഡൗൺലോഡ് ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു OTT പ്ലാറ്റ്ഫോം ആ ഒരു സിനിമ കാണാൻ വേണ്ടി എടുക്കുകയും അങ്ങനെ ആ സിനിമയെ വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ടിക് സ്പീക്ക് എന്ന് പറയുന്ന ചാനൽ വഴി അല്ലെങ്കിൽ OTT വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഈ സിനിമ പരമാവധി ആളുകൾ ഓഗസ്റ്റ് 29-ന് തന്നെ കാണുക. ഇപ്പം തന്നെ അത് ബുക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം അവരുടെ പേജിൽ തന്നെയുണ്ട്. ടിക് സ്പീക്ക് എന്നാണ് അതിൻ്റെ പേര്. ഞാനിവിടെ എല്ലാതും മെൻഷൻ ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് വഴി നമുക്ക് നോർമലി ബുക്ക് ചെയ്യാം. ബുക്ക് മൈ ഷോയിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ബുക്ക് ചെയ്യാം. അത് നമുക്ക് ഫോണിലോ ഒക്കെ ആയിട്ട് കാണാവുന്ന ഒരു രീതിയിലാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. അവർ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് നമ്മൾ മലയാളികൾ കണ്ടാൽ മാത്രമേ ഉള്ളൂ ആ സിനിമ കാണുകയും, അതായത് പൈസ മുടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വലിയ എമൗണ്ട് ഒന്നുമല്ല, വളരെ തുച്ഛമായ എമൗണ്ടൊക്കെയാണ്
അതിൻ്റെ പൈസ വരുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് മുടക്കി ആ സിനിമ കാണുവാണെങ്കിൽ ആ സിനിമ നിർമ്മിച്ച ആൾക്കാർക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ ഒരു ആശ്വാസമാവും. അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകുകയും ചെയ്യും. എന്തെങ്കിലും വരുമാനമല്ല, ആ സിനിമ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ടീസർ പോലെ ഇറക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ട് ഒരു അത്യാവശ്യം പ്രോമിസിങ് ആണ്, കൊള്ളാവുന്ന ഒരു റോം കോം മൂവി ആയിട്ടാണ് തോന്നുന്നത്. കാരണം അപ്പം എന്തായാലും എല്ലാവരും തന്നെ പരമാവധി മലയാളികൾ എല്ലാവരും തന്നെ ഈ ഒരു സിനിമ കണ്ട് വിജയിപ്പിക്കണം. ഓഗസ്റ്റ് 29-നാണ്. ടിക് സ്പീക്ക് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. അത്രയും പേര് അധ്വാനിച്ചിറക്കിയ ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സിനിമ ആൾക്കാരിലേക്ക് എത്തി അതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് വേറെ സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും തന്നെ ആ ഒരു സിനിമ കാണണം. കാരണം ഇത്രയും കഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാം, ഞാനിതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവരൊത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പാവം ചെറുപ്പക്കാരെന്നല്ല, ഇതുപോലെ തന്നെ സിനിമകൾ ചെയ്തിട്ടും റിലീസ് ആക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പെട്ടിയിലിരിക്കുന്ന പടങ്ങളുണ്ട്. അതുപോലെ തന്നെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് ഒന്നും നടക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു സംവിധായകൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തി ഇതൊരു വിജയമാവുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് ഒരു സിനിമ ചെയ്യാനോ അല്ലെങ്കിൽ ഇറങ്ങാതിരിക്കുന്ന സിനിമകൾ ഇങ്ങനെയുള്ള OTT പ്ലാറ്റ്ഫോം വഴിയൊക്കെ ഇറക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാകും. ഇത് വിജയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് മുന്നോട്ട് പോകാം. ഇദ്ദേഹത്തിനാണെങ്കിൽ പോലും ഇനിയൊരു സിനിമയെന്ന് ചിന്തിക്കണമെങ്കിൽ, ഇനിയൊരു സിനിമ ചെയ്യാനായിട്ട് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവരും വിജയിപ്പിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മലയാളികൾ വേണം സപ്പോർട്ട് ചെയ്യാൻ. മലയാളിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ മലയാളിക്ക് വേറൊരു സ്വഭാവമുണ്ട്. ഒരുത്തൻ നന്നാകുന്ന കാണുന്നത് തന്നെ കലിപ്പായിട്ട്, അല്ലെങ്കിൽ അവൻ നന്നായി ശരിയാകത്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കാതെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പരിശ്രമം എന്ന നിലയിൽ നമ്മുടെ മലയാളികളെല്ലാവരും ഈ ഒരു സിനിമ ഈ ടിക് സ്പീക്ക് എന്ന് പറയുന്ന ചാനൽ വഴി കണ്ട് വിജയിപ്പിക്കുവാൻ, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോം വഴി കണ്ട് വിജയിപ്പിക്കുവാനായിട്ട് ശ്രമിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ബാക്കി ഇതിപ്പോൾ എനിക്ക് അവരെ ഒന്നും നേരിട്ട് പരിചയമൊന്നുമില്ല. ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യാനുള്ള കാര്യം എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ ഞാൻ ആ സംവിധായകന് ഞാനൊരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചിരുന്നു. അദ്ദേഹം എനിക്ക് മറുപടിയും തന്നിരുന്നു. കാരണം ഇനിയൊരു സിനിമ ചെയ്യണമെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ ഒരു സിനിമയുടെ ആൾക്കാർ കണ്ട് അത് അക്സെപ്റ്റബിൾ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഇത്രയും പരിശ്രമിച്ചതിനുള്ള ഫലം ഉണ്ടായിക്കഴിഞ്ഞാലേ അടുത്തത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പരിശ്രമം വിജയിപ്പിക്കാൻ നമ്മൾ മലയാളികളെല്ലാവരും കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു.